ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രമുഖ സംവിധായകൻ അൻവർ റഷീദ് നിർമ്മിച്ച് ശ്രീരാജ് ശ്രീനിവാസൻ തിരക്കഥയും സംവിധാനവും ചെയ്ത പ്രാവിൻകൂട് ഷാപ്പ് ഇന്ന് തിയേറ്ററിലെത്തിയിരിക്കുകയാണ്. ചിത്രം ആവറേജ്, എബോ ആവറേജ്, ഡീസന്റ്, പോസിറ്റീവ് അഭിപ്രായമാണ് എല്ലാ മേഖലയിൽ നിന്നും നേടിയെടുത്തിട്ടുള്ളത്. ബേസിൽ ജോസഫ്, സൗബിൻ ഷാഹിർ, ചെമ്പൻ വിനോദ് ജോസ്, ചാന്ദിനി ശ്രീധരൻ, നിയാസ് ബക്കർ, ശബരീഷ് വർമ്മ എന്നിങ്ങനെയാണ് മറ്റ് അഭിനേതാക്കൾ. ഛായാഗ്രഹണം, എഡിറ്റിംഗ്, സംഗീതം ഉൾപ്പെടെ ടെക്നിക്കലി വളരെയേറെ മികച്ചു നിൽക്കുന്ന ഈ സിനിമയ്ക്ക് ആദ്യ ദിവസം പ്രീസെയിൽ കളക്ഷനായി ലഭിച്ചത് 58 ലക്ഷം രൂപയായിരുന്നു. ഇന്ന് ഈ സിനിമയുടെ കളക്ഷൻ സംബന്ധമായ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ആദ്യ ദിവസം കേരള കളക്ഷനായി 1.5 കോടി കളക്ട് ചെയ്യാനാണ് സാധ്യത. ചിത്രം റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും GCC ഓവർസീസ് രാജ്യങ്ങളിലുമെല്ലാം തന്നെ വളരെ മികച്ച സ്ക്രീൻ കൗണ്ടും തിയേറ്റർ കൗണ്ടുമാണ് ലഭ്യമാക്കിയത്. അതുകൊണ്ട് തന്നെ ആദ്യ ദിവസം ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 3.5-4 കോടി റേഞ്ചിലാണ്. ആസിഫ് അലി നായകനെ ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്ത് ജനുവരി 9 വ്യാഴാഴ്ച തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത സിനിമയാണ് രേഖാചിത്രം. ചിത്രത്തിന്റെ ഇന്നലെ ആദ്യ 7 ദിവസം വരെയുള്ള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതുപ്രകാരം കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 15 കോടി 65 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ആദ്യ 7 ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 37 കോടി രൂപയാണ്. 8ാം ദിവസമായ ഇന്ന് വ്യാഴാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് പുതിയ സിനിമയുടെ റിലീസിംഗ് ഈ സിനിമയുടെ കളക്ഷനെ ബാധിച്ചിട്ടുണ്ട്. ഇന്നലെ കേരള കളക്ഷനായി 1 കോടി 30 ലക്ഷം റേഞ്ചിൽ കളക്ഷനാണ് ഈ സിനിമ നേടിയെടുത്തതെങ്കിൽ ഇന്ന് വ്യാഴാഴ്ച കേരളത്തിൽ 1 കോടി റേഞ്ചിൽ കളക്ഷൻ മാത്രമാണ് ഈ സിനിമയ്ക്ക് ലഭ്യമായിട്ടുള്ളത്. അങ്ങനെ ആദ്യ 8 ദിവസം പിന്നിടുമ്പോൾ കേരള കളക്ഷനായി ഈ ആസിഫ് അലി ചിത്രം 16.5 കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ന് ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 2-2.5 കോടി റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ 8 ദിവസം പിന്നിടുമ്പോൾ ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 39.40 കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. അതേസമയം സിനിമയിൽ സബിത അഭിനയിച്ച ഒരു ചെറിയൊരു രംഗം ഡിലീറ്റ് ചെയ്യപ്പെട്ടിരുന്നു. ആ രംഗം 23 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ ആയി യൂട്യൂബിലൂടെ ചിത്രത്തിന്റെ അണിയർ പ്രവർത്തകർ റിലീസ് ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടിയുടെ സിനിമാ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച കഥാപാത്രമാണ് കരടി ബാലു. ടി ദാമോദരന്റെ തിരക്കഥയിൽ മമ്മൂട്ടി നായകനായി IV ശശി സംവിധാനം ചെയ്ത് 1986 തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത ആവനാഴി എന്ന സിനിമ നാളെ ജനുവരി 17 വെള്ളിയാഴ്ച വീണ്ടും തിയേറ്ററിലെത്തുകയാണ്. 4K റീമാസ്റ്റർ പതിപ്പായി തിയേറ്ററിലെത്തുന്ന ഈ സിനിമയിൽ ക്യാപ്റ്റൻ രാജു, ഗീത, സുകുമാരൻ, ജനാർദ്ദനൻ, ശ്രീനിവാസൻ, ഇന്നസെന്റ്, തിക്കുറിശി, സുകുമാരൻ നായർ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. നേരത്തെ മമ്മൂട്ടിയുടെ വല്യേട്ടൻ 4K റീമാസ്റ്റർ പതിപ്പായി തിയേറ്ററിലെത്തിയെങ്കിലും ആ സിനിമയ്ക്ക് ആവറേജ് കളക്ഷൻ മാത്രമേ നേടിയെടുക്കാനായുള്ളൂ. അല്ലു അർജുൻ നായകനെ സുകുമാർ തിരക്കഥ സംവിധാനം ചെയ്ത് ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത സിനിമയാണ് പുഷ്പ 2 ദി റൂൾ. ഡിസംബർ 5 തിയേറ്ററിലെത്തിയ ഈ സിനിമയുടെ ഏറ്റവും പുതിയ കളക്ഷൻ പോസ്റ്റർ നേരത്തെ പ്രസിദ്ധീകരിച്ചിരുന്നു. 32 ദിവസം കൊണ്ട് ഈ സിനിമ 1831 കോടി രൂപ കളക്ട് ചെയ്തു എന്ന പോസ്റ്ററാണ് പുറത്തു വന്നിരുന്നത്. 2000 കോടി ലക്ഷ്യമിട്ട് നീങ്ങുന്ന ഈ സിനിമയുടെ ഏറ്റവും പുതിയ റീലോഡഡ് വേർഷൻ പതിപ്പ് നാളെ റിലീസ് ചെയ്യപ്പെടുകയാണ്. നാളെ ജനുവരി 17 വെള്ളിയാഴ്ച റിലീസ് ചെയ്യപ്പെടുന്ന പുതിയ പതിപ്പിൽ നിലവിലുള്ള 200 മിനിറ്റ് ദൈർഘ്യത്തിന് പകരം 220 മിനിറ്റ് ദൈർഘ്യത്തിൽ പുതിയ പതിപ്പ് റിലീസ് ചെയ്യപ്പെടുകയാണ്. അങ്ങനെ 3 മണിക്കൂർ 40 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ സിനിമയുടെ ഏറ്റവും പുതിയ പതിപ്പ് തിയേറ്ററിലെത്തുമ്പോൾ നോർത്ത് ഇന്ത്യയിൽ 113 രൂപ മാത്രമാണ് ഈ സിനിമയ്ക്ക് ടിക്കറ്റ് ചാർജ് നിശ്ചയിച്ചിട്ടുള്ളത്. അങ്ങനെ 20 മിനിറ്റ് കൂട്ടിച്ചേർത്ത പുതിയ പതിപ്പിലൂടെ ദംഗൽ നേടിയെടുത്ത 2000 കോടി കളക്ഷൻ മറികടക്കാൻ പുഷ്പ 2-നാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.